അതെ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചമ്പുളിയുടെ ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇഞ്ചമ്പുളി ഇഞ്ചിയും ശർക്കര നീരും പുളിയൊക്കെ കൂടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അധികം പണിയൊന്നുമില്ല. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ഇത്ര ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. അത് നന്നാക്കി തൊലി കളഞ്ഞിട്ട് കഴുകി നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി നെല്ലിക്ക വലിപ്പത്തിന് ഇച്ചിരി കൂടി വലുതായിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കണ്ടേ. ഇഞ്ചി ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ്ടോ. ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തതാണ്. ഒരു 10-12 വെളുത്തുള്ളി വട്ടം അരിഞ്ഞതുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതേപോലെ തന്നെ വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ലാസ്റ്റ് നമുക്കിത് മൂപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പുളി ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തേക്കണേന്. കുറച്ച് വെള്ളത്തിലാണ് 2ാമതും 3ാമതും ഒക്കെ ആയിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തേക്കണത്. അതിനകത്തോട്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാശ്മീരി ചില്ലി, 1 സ്പൂണോളം കാശ്മീരി ചില്ലിയും 1 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണോളം ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും പിന്നെ 1 സ്പൂൺ നിറച്ച് കായംപൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആണെങ്കിലും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിതൊന്ന് ചേർത്ത് കൊടുത്താണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് 1/2 ഗ്ലാസ് ശർക്കര നീര്, ഒരുപാട് കട്ടിക്കല്ല. അതുമല്ല എനിക്ക് ഒരുപാട് മധുരം എനിക്ക് താല്പര്യമില്ല, ഒരുപാട് പുളിയും താല്പര്യമില്ല. ഈ ഒരു കണക്കിന് എനിക്കിത് പാകത്തിനാണ് ഈ ഒരു കണക്ക്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്കിത് അടപ്പത്തോട്ട് വെച്ച് ഒന്ന് പറ്റിച്ചിടുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലോ ഫ്ലെയിമിലോ കിടന്ന് ഒന്ന് പറ്റിയാൽ മതി, ലോ ഫ്ലെയിമിൽ. അപ്പോഴേക്കാളും നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വറുത്തെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം, പൊടിക്കാതെ വേണമെങ്കിലും ചേർക്കാം. ഇത് ഞാൻ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇഞ്ചി വറുത്തിട്ട് പൊടിച്ചാലും കുഴപ്പമില്ല, പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പകുതി പൊടിച്ച് പകുതി പൊടിക്കാതെയും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പൊടിക്കാത്ത രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ, ആ രീതിക്ക്. ഇതേപോലെ ഇഞ്ചി നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച ആ വെള്ളമില്ലേ, പുളിയും എല്ലാവരും കൂടി ഇട്ടത്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് പറ്റിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് പറ്റിപ്പോകണ്ട. 5 മിനിറ്റ് ആകുമ്പോഴേക്കാളും അതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് വറവ് അതിനകത്തോട്ട് ഇടാവേ. അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ട ശേഷം നമ്മൾ ആദ്യം നന്നാക്കി വെച്ചാൽ വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്തോട്ട് ഇടുക. വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറുത്തിടുക. അപ്പോഴേക്കാളും അവിടെ അതൊന്ന് പറ്റി വന്നുണ്ടാവേ. അതൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയ സമയത്ത് 2 വറ്റൽമുളക് ഇതേപോലെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് മതി. എന്നിട്ട് അതും കൂടി ഇട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി മൊരിയുക. ഈ ഒരു മൊരിവ് വരുമ്പോഴേക്കാളും പാകമാണേ. ഇതേപോലെ ഇത്രയും പറ്റി വന്നാൽ മതി. ഇത്രയും പറ്റി വരുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ചേക്കണത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളച്ച് ഇതും കൂടി ഈ മുളകും വേപ്പിലയും വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ, അതും കൂടി ഒന്ന് പറ്റി വന്നു കേട്ടോ. ഇതും കൂടി ഇട്ടൊന്ന് പറ്റി വരുമ്പോഴേക്കാളും കറക്റ്റ് ആയിരിക്കുള്ളൂ. ഒരു പൊടിക്ക് ലൂസിൽ നിന്ന് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് ആ ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിക്കായി. നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വിളമ്പത്തില്ലേ, ആ രീതിക്കായിരിക്കുള്ളൂ. ഇത് വെളിച്ചെണ്ണ ഒരു മുമ്പിട്ട് നിൽക്കണം കേട്ടോ. കുറച്ച് ഇങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കണം. നമ്മളിത് ഫ്രിഡ്ജിലാണ് ഞാനിത് സൂക്ഷിക്കുന്നത്, പുറത്ത് ഞാനങ്ങനെ സൂക്ഷിച്ചിട്ടില്ല. ബ്രോഡാഡി സിനിമ കണ്ടേ പിന്നെ ഈ റെസിപ്പി എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ, ഇഞ്ചമ്പുളി. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.